അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ വലിയ കടങ്ങളിൽ കുടുങ്ങി പ്രയാസപ്പെടുന്നവരുമുണ്ട്. ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആ സ്വഹാബി തൻ്റെ ജീവിതത്തിൽ അത് ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളും അദ്ദേഹത്തിൻ്റെ കടവും വീടി എന്ന് ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ദിക്റുണ്ട്. ആ ദിക്റിനെ ഏതാണ് എന്നാണ് ഇന്ന് നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുകയും അവരുടെ ജീവിതത്തിലും ഇതിനെ പ്രാവർത്തികമാക്കുമ്പോൾ അവർക്കും ഒരു സമാധാനം ലഭിക്കും. ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. വീഡിയോക്ക് ഒരു അൽഹംദുലില്ലാ, ഒരു മാഷാ അല്ലാഹ്, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദിക്റിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുകയാണ്, ഒരു ദിവസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹബീബ് എന്നോട് ചോദിച്ചു, അല്ല അബീ ഉമാമ, എന്താണ് ഈ സമയത്ത് നിങ്ങൾ പള്ളിയിൽ നിൽക്കുന്നത്? ഈ സമയം നിസ്കാരത്തിൻ്റെ സമയമല്ലല്ലോ എന്ന് എന്നോട് മുത്തുനബി ചോദിച്ചപ്പോൾ ഞാൻ മുത്തുനബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ വലിയ ഹമ്മിലാണ്, വിഷമത്തിലാണ്, അതുപോലെ തന്നെ വലിയ കടത്തിലുമാണ്. ഇതിലെല്ലാമുള്ള വിഷമം കൊണ്ടാണ് ഞാനിവിടെ പള്ളിയിൽ വന്ന് നിൽക്കുന്നതെന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, അലാ ഉഅല്ലിമുക കലാമൻ, ഞാൻ നിങ്ങൾക്ക് ഒരു കലാമിനെ പഠിപ്പിച്ചു തരാം. ഇദാ അൻത ഖുൽതഹു, നീ ആ കലാമിനെ പറയുകയാണെങ്കിൽ അസ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖളാ ദൈനക, അല്ലാഹു തആല നിന്റെ വിഷമം മാറ്റും, അതുപോലെ തന്നെ നിന്റെ കടങ്ങൾ വീടാനുള്ള വഴികളും അല്ലാഹു തആല തുറന്നു തരും എന്ന് പറഞ്ഞിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഖാല അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. ഖാല, അപ്പോൾ ഹബീബ് എന്നോട് പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, നീ രാവിലെയും വൈകുന്നേരവും നീ പറയണം, اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ذكر ഒന്നുകൂടെ നമുക്ക് നോക്കാം. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. قال അബൂ ഉമാമ തങ്ങൾ പറയാണ്, ففعلت ذلك, ഇതിനെ ഞാൻ അങ്ങ് ചെയ്യാൻ തുടങ്ങി. فأذهب الله عز وجل همي, അല്ലാഹു തആല എൻ്റെ മാനസികമായിരിക്കുന്ന എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തആല നീക്കി തന്നു. വഖളാ അന്നി ദൈനഹു, എൻ്റെ കടത്തിനെയും അല്ലാഹു തആല എനിക്ക് വീട്ടി തന്നു എന്ന് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണത്. അതുകൊണ്ട് തന്നെ ഈ ദിക്റിനെ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടി നാം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഫലം ലഭിക്കും. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. രോഗങ്ങളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക്, ഫാമിലി മെമ്പർമാരിലേക്കൊക്കെ
നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.